ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഹണി മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പോയതൊക്കെ കാണിച്ചിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഷോപ്പിങ്ങിനായിട്ട് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മുമ്പ് കണ്ടിട്ടുള്ള ദുബായിലാണ് കേട്ടോ. അവിടുത്തെ അതുപോലെ വെള്ളത്തിലൊക്കെ കിടക്കുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നൊക്കെയാണ് ഞാനും എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ അതുപോലെ വെള്ളമൊന്നുമില്ല, ആ ഒരു മിനിയേച്ചർ ഫോമാണ് ഇവിടെയും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഷോപ്പിംഗ് ഉദ്ദേശിച്ച് വരുന്നവർക്ക് ഇവിടെ എല്ലാം നമ്മുടെ വയനാട്ടിലെ പല സ്ഥലങ്ങളിൽ കാണുന്ന ഐറ്റംസ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ ഒറ്റയടിക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു അഡ്വഞ്ചർ പാർക്കും കൂടെ ഉണ്ട്. അപ്പോൾ കുട്ടികളെ വേണമെങ്കിൽ നമുക്ക് പാർക്കിൽ വിട്ടിട്ട് നമുക്ക് ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. കുറച്ചും കൂടെ പുതിയ എക്യുപ്മെൻറ്റ്സും പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണെന്നാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ നീറ്റ്നെസ് മറ്റ് പാർക്കുകളെ അപേക്ഷിച്ച് തോന്നി കേട്ടോ. പക്ഷേ ഞങ്ങളിവിടെ ടൈം സ്പെൻഡ് ചെയ്തില്ല, കാരണം ടൈറ്റ്ലി പാക്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിനുള്ള ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഉച്ചയ്ക്കത്തെ ഊണ് കഴിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ടും ഉണ്ടായിരുന്നേ. അപ്പോൾ ഷോപ്പിംഗ് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. നല്ല ക്വാളിറ്റിയുള്ള കുറേ സെറാമിക് പ്ലേറ്റ്സ്, അതുപോലെ വുഡിലുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഹെൽത്തി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് മുറിവെണ്ണ, അല്ലെങ്കിൽ എന്തെങ്കിലും ജലദോഷത്തിനൊക്കെ വലിക്കാൻ പറ്റുന്ന ഒരു തൈലമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒരേ ഐറ്റത്തിൻ്റെ തന്നെ ഇപ്പോൾ തടിയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പാണെങ്കിലും ഒന്നിലധികം ഷോപ്പ്സ് ഉണ്ട്. അപ്പം എല്ലാ ഷോപ്പിലും കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് കുറച്ചും കൂടെ നല്ലത് എന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ അതെല്ലാം കണ്ട ശേഷം ഞാനിങ്ങനെ റൗണ്ട് അടിച്ചൊന്ന് കണ്ടിട്ടാണ്, ഫുള്ളൊന്ന് കണ്ടിട്ടാണ് പർച്ചേസിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. കാരണം അതിന് മാത്രം നമുക്ക് പെട്ടെന്ന് അങ്ങ് മാനേജ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഷോപ്പിൽ തന്നെ കയറി എല്ലാം എടുത്തു കഴിയുമ്പോഴായിരിക്കും അടുത്ത ഷോപ്പിലെത്തുമ്പോൾ ഇതിൽ നല്ല ഐറ്റംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ നല്ല പ്ലാന്റ്സിൻ്റെയൊക്കെ കളക്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ. പ്ലാന്റ് ഇതൊക്കെ കണ്ടപ്പോഴേ എന്നെ വലിച്ചോണ്ട് പോയി എൻ്റെ മക്കൾ, കാരണം അവർക്കറിയാം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ സമയം പോകുമെന്ന്.
കാണാൻ ഒരുപാട് മനോഹരമായ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇത് ഈ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ. പക്ഷേ കുട്ടികളുള്ള വീടായതുകൊണ്ട് നമുക്കിതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ ഈ തടിയുടെയൊക്കെ കളിപ്പാട്ടം വെച്ചാൽ തലക്കിട്ടടിയിട്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് വാങ്ങിക്കാതെ വെച്ചിട്ട് പോകുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെയാണ് കേട്ടോ. വീഡിയോയിലോട്ടെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടത്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.